പത്രോസ് ഒരിക്കൽ പറഞ്ഞതാ, കർത്താവേ, നിൻ്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ തള്ളി പറയത്തില്ല. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. അതിൻ്റെ 70-ാമത്തെ വാക്യം, 72-ാമത്തെ വാക്യം, 74-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ വായിച്ചാൽ മതി. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പിൽ, സ്തോത്രം, യേശുവിനെ കൊണ്ടുപോവുക ക്രൂശിക്കാനായിട്ട്. അകലം വിട്ട് അനുഗമിച്ച പാർട്ടിയാണ്. ഒരു ബാല്യക്കാരത്തിൻ്റെ അടുത്ത് അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു ബാല്യക്കാരി, ഒരു പെങ്ങച്ച, അവൾ ചോദിച്ചു, നീ അവൻ്റെ കൂട്ടത്തിലുള്ളതല്ലേ എന്ന് ചോദിച്ചു. അന്നേരം കൊടുത്ത മറുപടിയാണ് പത്രോസ് പറഞ്ഞതാ. വായിച്ച്. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട 70-ാമത്തെ വാക്യം, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് ആലോചിച്ച് നോക്കി. 3.5 വർഷം കൂടെ നടന്നിട്ട് കൊണ്ടു നടന്ന് സ്നേഹിച്ച്, സ്തോത്രം, യേശുവിനെ നോക്കിയിട്ട് പത്രോസ് ദൂരെ നിന്ന് കാണാം യേശുവിന്. സ്തോത്രം, ആ മനുഷ്യനെ ഞാൻ അറിയണില്ല. ആലോചിച്ച് നോക്കി. ഈ പുള്ളി പറഞ്ഞതാ കൂടെ മരിക്കാനും തയ്യാറാന്ന്, തള്ളി പറയത്തില്ലെന്നല്ലേ പറഞ്ഞ്. 72-ാമത്തെ വാക്യം വായിച്ച്. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളി പറഞ്ഞു. കണ്ടോ, ആണയിട്ടാ പറയണേ. ഈ വേദപുസ്തകം സത്യമാണ്. ചിലരൊക്കെ പറയത്തില്ലേ, ഈ വേദപുസ്തകം കള്ളത്തരം ഒന്നോടെ സത്യമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ വേദപുസ്തകം. ആണയിട്ട് പറയുക. സ്തോത്രം. 74-ാമത്തെ വാക്യം. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും തുടങ്ങി. പുള്ളി പ്രാകാനും തുടങ്ങി. സ്തോത്രം. യേശു തിരിഞ്ഞു നോക്കിയത് അറിയാം നമുക്ക്. പത്രോസിലൂടെ പറഞ്ഞതൊക്കെ യേശു കേട്ടു. നീ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും അറിയുന്ന ദൈവമാണ്. പക്ഷേ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. യേശു ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസിൻ്റെ പിന്നാലെ ചെല്ലുക. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇതുപോലെ തള്ളിപ്പറഞ്ഞിട്ടും സ്നേഹിക്കുന്ന ഒരു യേശു നമ്മുടെ പിന്നാലെ വന്നത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്?